വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 17-18 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ചാപ്പമേനോൻ റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. 10 വർഷമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും പ്രവർത്തനങ്ങൾ കരാറുകാർ ഏറ്റെടുക്കാൻ മടിക്കുന്നെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ കാനകൾ വൃത്തിയാക്കിയതിന്റെ മണ്ണും ചെളിയും മഴവെള്ളത്തിൽ റോഡിലേക്ക് തന്നെ ഒലിച്ചിറങ്ങിയത് ഇരുചക്രവാഹനം തെന്നി വീണ് ഒരാൾക്ക് പരിക്കുപറ്റി. വളരെ മോശമായിട്ടുള്ള അവസ്ഥ നമ്മുടെ റോഡിന്റെ. അതിപ്പോൾ 2 ദിവസം മുന്നേ കാന കോരി ആ മണ്ണും അതിന്റെ പുല്ലും എല്ലാം കൂടി ഇവിടെ ഇട്ട് നോക്കുമ്പോൾ ഇന്ന് കാലത്ത് ഇന്നലെ പെയ്ത മഴയിൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് കാലത്ത് ഒരു പയ്യൻ അവിടെ സ്കൂട്ടിയിൽ പോകുമ്പോൾ സ്ലിപ്പായിട്ട് വീണവൻ, ഭാഗ്യത്തൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ 2 വീലർ ഓടിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു ഓടിക്കണം, കാരണം ഭയങ്കര സ്ലിപ്പിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ വേണ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നവാഫ് കുളങ്ങരകത്ത്, AM ഷറഫുദ്ദീൻ, NM ഷബീർ, പ്രഭു കാരിയാട്ട്, MA അൻവർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 17-18 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് ചാപ്പ്മാനോൻ റോഡ്, അതായത് പാടൂർ കമ്മ്യൂണിറ്റി ആള് ചാപ്പ്മാനോൻ റോഡ് എന്നാണ് ഈ റോഡിന്റെ പേര്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ റോഡിന് ഒരു മെയിൻ്റെനൻസ് വർക്ക് പോലും ചെയ്യാത്ത റോഡാണ്. പഞ്ചായത്തിന്റെ ഫണ്ടുകളോ MLA ഫണ്ട് വെച്ചെന്ന് പറയണു. ആ MLA ഫണ്ട് വെച്ചിട്ട് ലാപ്സായി പോയി എന്നാണ് പറയണത്. എടുക്കാൻ ആളില്ലാണ്ട് ലാപ്സായി പോയി എന്നാണ് പറയണത്. അതുകൊണ്ട് അടിയന്തരമായി ഗുരുതരമായിട്ടുള്ളൊരു ഇടപെടൽ ഈ റോഡിന് വേണ്ടി ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കാറായി. ഇതുവഴി പോകുന്ന യാത്രക്കാരെ ഒരു പയ്യനെന്ന് വീണിട്ട് അവനെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഇപ്പം ഈ ചെളിയും കൂടി ആയപ്പോൾ സ്കിഡ് ചെയ്തിട്ട് വീണ്. ഇന്നലത്തെ മഴയിലുണ്ടായാലും അനുഭവമാണ് അത്. ഇന്നലെ പോയ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു, ഇന്ന് അതേ സ്പീഡിൽ തന്നെ വന്ന് സ്കിഡ് ചെയ്ത് വീണ് ആസ്പത്രിയിലേക്ക് എടുത്ത് കൊണ്ടുപോയി. അതുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇത്ര ആൾക്കാർ ഇവിടെ ഇവിടുത്തെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ റോഡിന്റെ പരിസരവാസികൾ. ഇതിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് അങ്ങനെ ഒരു ആൾക്കാർ ഈ കാഴ്ചപ്പാടിൽ കാണാൻ വേണ്ട. ഇത് ഞങ്ങളെ ആവശ്യമാണ്. ഇത് ഇവിടുത്തെ പരിസരവാസികളായ നിവാസികളായ ആൾക്കാരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഇതിന്റെ അധികാരികൾ ചെയ്തു തരണമെന്ന് ഈ പ്രതിഷേധ പരിപാടിയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.